വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ നാളായില്ലേ നമ്മൾ നേർക്ക് നേരെ ഒരു വീഡിയോ ചെയ്തിട്ട്. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഏതായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ മറ്റേ മെൻസ്ട്രൽ കപ്പിൻ്റെ വീഡിയോ കേട്ടോ ചെയ്തത്. ആർക്കെ അത് യൂസ്ഫുൾ ആയെന്നോ യൂസ്ഫുൾ ആയില്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എല്ലാവർക്കും അതൊക്കെ ഉപയോഗിക്കാൻ ഡൗട്ടുള്ളവർക്കൊക്കെ ഏകദേശം തീരുമാനമാക്കുന്ന രീതിയിലായിരിക്കും ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടാകുന്നത്. കാണാത്തവരൊക്കെ അത് പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നതും അതുപോലൊരു സബ്ജക്റ്റാണ്. ഇത് വണ്ടിയുടെയൊക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണം. അതുപോലെ ഫാനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാകും. കാരണം മക്കളപ്പുറത്ത് ഉറങ്ങുന്നതുകൊണ്ട് ഫാൻ ഇട്ടില്ലെങ്കിൽ ഇപ്പം എണീറ്റ് വരും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തിട്ട് വേണം കേൾക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ PPS ആണ് കേട്ടോ, പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ. എല്ലാവരും ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഡിപ്രഷനെ കുറിച്ച്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ചും, അതുപോലെ സിസേറിയനെ കുറിച്ചും, അല്ലെങ്കിൽ ഡെലിവറി സ്റ്റോറി, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കുറേ ആളുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറേ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്തിട്ടും ഈ PPS കുറിച്ച് അങ്ങനെ റെയറായിട്ട് ഡോക്ടർമാർ ഇട്ടേക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. ഇട്ടിട്ടുള്ളവരുണ്ടാവാം, എൻ്റെ ശ്രദ്ധയിൽ അതൊക്കെ പെട്ടിട്ടുള്ളൂ നമ്മൾ മലയാളത്തിൽ കേട്ടോ. അപ്പം പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ ആദ്യമേ എന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം. പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രസവം നിർത്തൽ എന്നർത്ഥം കേട്ടോ. ഇനിയിപ്പോൾ അവരെന്താ വീഡിയോ ഇടാത്തതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പം ഇത് ഇത്ര വലിയ ആഡംബര അന്താരാഷ്ട്ര എന്തെങ്കിലും പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ട കാര്യമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണോ ആരെങ്കിലും ഇടാത്തത്, അതോ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാത്തവരാണോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും ഞാൻ ഇതിനകത്ത് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണേ. അല്ലാതെ ഞാൻ PPS ഡീറ്റെയിൽസോ അതെങ്ങനെ ചെയ്തേ അല്ല ഏത് മാർഗം ഞാൻ ഉപയോഗിച്ചാൽ അതൊന്നും പറയുന്നില്ല. ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് കേട്ടോ ഞാൻ പറയുന്നത്. ആദ്യമേ തന്നെ ഞാൻ പറയാം, ഞങ്ങൾക്കാണെങ്കിൽ 2 കുട്ടികൾ മതിയെന്നായിരുന്നു. ആദ്യമൊക്കെ ഏട്ടൻ പറയുമായിരുന്നു കേട്ടോ 3 പേര് വേണമെന്നൊക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ 2 ഒതുക്കി. ആദ്യത്തെ പെൺകുട്ടിയായിരുന്നു. രണ്ടാമത്തെ ആൺകുട്ടിയും കൂടെ ആയപ്പം ആൺകുട്ടിയെ അവനെ ഡെലിവറിക്ക് മുമ്പേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിർത്തിയേക്കാന്ന്. എൻ്റെ പ്രത്യേക കാരണം ഉണ്ടോയെന്ന് വെച്ചാൽ വയ്യ, മടുത്തു, അത് തന്നെ കേട്ടോ. നമ്മൾ ഈ എല്ലാവരും കളിയാക്കും, അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും ഈ വീഡിയോ കാണുമ്പോഴും, അല്ലെങ്കിൽ വീഡിയോ കാണുന്നതിന് മുമ്പാണെങ്കിലും ഇതാ ടോപ്പിക്ക് എന്ന് അറിഞ്ഞിട്ടാലും ചിലവർ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊരു മറുപടി ഞാൻ പറയട്ടോ. ഈ ഡെലിവറി എന്ന് പറഞ്ഞാലോ, അതുപോലെ ഡെലിവറിക്ക് ശേഷമുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ആ 10 മാസമോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യമേ അല്ല. അത് സിമ്പിളായിട്ടൊരു മാറ്ററേ അല്ല. അതാദ്യമേ നിങ്ങൾ ആണുങ്ങളായാലും കുറേ അമ്മമാരായാലും, ഇപ്പം അമ്മമാരൊക്കെ പറയുന്നുണ്ട്, അയ്യോ ഞാൻ 3 പ്രസവിച്ചില്ല, ഞാൻ 5 പ്രസവിച്ചതാണ്, എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ പ്രശ്നം, അല്ലെങ്കിൽ അയ്യോ അവൾ ആദ്യമായിട്ടാണല്ലോ ഗർഭിണിയാവുന്നത്, അങ്ങനെയൊക്കെ കുറേ ടോക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെയൊക്കെ കുറേ സംസാരിക്കുന്നവരുണ്ടല്ലോ. പക്ഷേ ഒരാടെ പോലെ അല്ല മറ്റൊരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പോലല്ല വേറൊരാൾക്ക്. വേറെ എല്ലാവർക്കും ഡിഫറെൻറ്റ് കേട്ടോ. അപ്പം എൻ്റെ അമ്മയുടെ പോലെ ആയിരിക്കത്തില്ല എനിക്ക്. അപ്പം അങ്ങനെ വെച്ചിട്ട് ആരും സംസാരിക്കാൻ പാടില്ല. അതുമല്ല, ഇതെന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല, ഒരു വലിയൊരു പ്രോസസ്സിങ്ങാണ്. പുതിയ ഒരാൾ ഭൂമിയിലേക്ക് വരിക എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് എത്ര ദുഃഖം ഉണ്ടാവും, എത്രയോ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാ ദുഃഖം. പക്ഷെ ഒരു കുഞ്ഞിങ്ങനെ പുറത്ത് ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്ക് എത്രയാ സന്തോഷം അല്ലേ. നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന 2 കാര്യങ്ങളാണ് മരണവും ജനനവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഓർത്തിട്ട് വേണം ഈ കമൻറ്റോടുകളെല്ലാം കമൻറ്റ് ഇടാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കാണെങ്കിൽ ഇപ്പം രണ്ടാമത്തെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എൻ്റെ ഒരു ഉദ്ദേശത്തിൽ നിർത്തിയേക്കാമെന്നായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ പറയാമായിരുന്നു നമുക്ക് നോക്കാം, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നോക്കാം എന്നിട്ടാട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. ആക്ച്വലി ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനും ഭയങ്കര നെർവസാണ്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന്, ഞാൻ എന്തൊക്കെയാണ് വായിന്ന് വരുന്നതെന്നൊന്നും എനിക്കൊരു തിട്ടവും ഒന്നുമില്ല. എന്തായാലും നമ്മൾ പറഞ്ഞു തുടങ്ങി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, എൻ്റെ ഷെയർ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്ന ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുത്തുമെന്ന് കരുതിയിട്ടാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനാണെങ്കിൽ 7 മാസം വരെ അങ്ങനെ ഏട്ടൻ്റെ വീട്ടിൽ അവിടെ അടുത്തൊരു കൽപ്പറ്റ ഹോസ്പിറ്റലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 7-ാം മാസം ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ വന്നത്. 7 മാസം ലാസ്റ്റ് 8 മാസം ആവാനായപ്പോഴും ഇവിടെ വന്നേട്ടോ. ഇവിടെ വന്നിട്ട് മൗണ്ട് സിയോണിലാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഡെലിവറി സ്റ്റോറിക്കകത്ത് ഞാൻ എല്ലാം പറയുന്നുണ്ട്. അപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാൻ കാരണമൊക്കെ ഞാനകത്ത് പറയുന്നുണ്ട്. മോളുള്ളതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചൂസ് ചെയ്തത്. 2 പേരെ കൊണ്ട് പാടാണല്ലോ, മോൾക്ക് അത്ര വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ.
അപ്പോൾ അവിടെ ചെന്നപ്പോഴേ ഞാൻ ഫസ്റ്റ് വിസിറ്റിന് ഡോക്ടറെ കാണാൻ പോയപ്പോഴേ ഡോക്ടർ തന്നെ ഓട്ടോമാറ്റിക്കലി എന്നോട് ഇങ്ങനെ ചോദിച്ചു നിർത്താനല്ലേ. ഞാൻ അങ്ങോട്ട് പറയുകയും ചെയ്തു കേട്ടോ, നിർത്താനാ എന്ന് പറയുകയും ചെയ്തു. ഡോക്ടർ ചോദിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ഡോക്ടറോട് പ്രത്യേകം ചോദിക്കും, രണ്ടാമത്തെ ആളുടെ മിക്കവാറുള്ളവരെല്ലാം അങ്ങനെ തന്നെ ഡിസിഷൻ എടുക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഡോക്ടർ അങ്ങനെ ഇങ്ങോട്ടും ഇതാക്കിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചേച്ചിയുടെ ഒക്കെ സമയത്താണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മൂന്നാമത്തെ ദിവസമായിട്ട് സാധാരണ പ്രസവം നിർത്തുന്നത്. അപ്പോൾ അതോട് ചേർത്തിട്ട് 5 ദിവസം കിടക്കണം അവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. ഡെലിവറി കഴിഞ്ഞ് 3-ന് അന്ന് ഇതുകൂടെ നിർത്തിയിട്ട് ഒരു ദിവസം നോക്കി പിറ്റേ ദിവസം വിടത്തുള്ളൂ. പക്ഷേ നമ്മൾ ഈ പ്രൈവറ്റ് ഇവിടെ എങ്ങനെ ആയിരുന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ നിർത്തുമല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അന്ന് ഈ എൻ്റെ ഡെലിവറിയുടെ ദിവസം എൻ്റെ ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് വേറൊരു ഡോക്ടറായിരുന്നു ഡെലിവറിയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു നാളെ PPS എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ പിറ്റേ ദിവസം തന്നെ, അപ്പോൾ നാളെ തന്നെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്താ ഇവനാണെങ്കിൽ NICUലാട്ടോ, ഇവന് മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ NICU തന്നെ. അപ്പം ഞാനാണെങ്കിൽ രാത്രി മൊത്തം അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ PPS പിറ്റേ ദിവസമാണേ. പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ഡോക്ടറുണ്ട്, പിറ്റേ ദിവസം എൻ്റെ ഡോക്ടറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോകും. കാരണം ആ ഡെലിവറി സ്റ്റോറിയുടെ ഇടയ്ക്കും ഞാൻ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കാണുമ്പോഴായത് അയ്യോ ഇത് പറഞ്ഞില്ലല്ലോ അത് പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് എഴുതി ഇട്ടേക്കാം. അപ്പം PPSനൊക്കെ തയ്യാറായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറണം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഡ്രസ്സൊക്കെ മാറി 2 സൈഡ് മുടിയൊക്കെ കെട്ടി, ഞാൻ ഫോട്ടോയൊക്കെ ഇട്ടേക്കട്ടോ, 2 സൈഡ് മുടിയൊക്കെ കെട്ടി റെഡി ആയിട്ടിരിക്കണം. PPSന് പിന്നെ ഒരു ഡ്രസ്സ് തരും. എന്നിട്ട് നമ്മൾ ഡെലിവറിയുടെ സമയത്ത് ആ ഡ്രസ്സിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് വേറേത് അത് വേറേത്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ വേറെ രീതി, ഡെലിവറിക്ക് കയറുമ്പോൾ വേറെ രീതി. ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ തലയിക്കട മുടിയൊന്നും വരാതിരിക്കാനുള്ള സംഭവങ്ങൾ 2 എൻ്റെ തലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസം കെട്ടിയിട്ട് 2 സാധനങ്ങളൊക്കെ ഇങ്ങനെ തലയൊക്കെ ഇട്ട്. പക്ഷേ ഡെലിവറിക്ക് പോകുമ്പോൾ അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. എനിക്ക് നോർമൽ ഡെലിവറി ആയതുകൊണ്ട്. സിസേറിയൻ ആണെങ്കിൽ അതൊക്കെ വേണേ. അപ്പോൾ ഇതിനൊക്കെ തയ്യാറായിട്ടോ, ഡ്രസ്സൊക്കെ മാറ്റി അവർ തന്ന ഓപ്പറേഷൻ തിയേറ്റർ ഡ്രസ്സൊക്കെ ഇട്ട് ഇതൊക്കെ ഫിറ്റ് ചെയ്ത്. എനിക്ക് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ ഭയങ്കര നമ്മളെ പേടിപ്പിക്കാന്ന് പറഞ്ഞില്ലേ, ഞാൻ ആ ഡെലിവറി സ്റ്റോറിക്കകത്ത് പറയുന്നത് നമ്മളെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞത് ഈ ഓപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് അവർ നമ്മളെ ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഇവർ നമ്മളെങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റുമോ അതുപോലെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ആശുപത്രിയിൽ. അവിടെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു ഡോർ തുറക്കട്ടെ, ഇവിടെ തന്നെ അപ്പുറത്ത് ലേബർ റൂമിൻ്റെ ഇപ്പുറത്ത് തന്നെ ഓപ്പറേഷൻ തിയേറ്റർ വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഡോർ ഇങ്ങനെ തുറക്കും, എന്നിട്ട് അകത്തോട്ട് പോകും, എന്നിട്ട് വേറൊരു ഡോർ തുറക്കും, എന്നിട്ട് വീണ്ടും അവിടെ കുറച്ച് നേരം കിടക്കും, എന്നിട്ട് വീണ്ടും അകത്തോട്ട് പോകും. അങ്ങനെയൊക്കെ പല ഘട്ടങ്ങളായിട്ടാട്ടോ. അപ്പോൾ എന്നെ ആദ്യമേ അവരാണെങ്കിൽ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് ആദ്യമേ വീൽ ചെയറിൽ കയറ്റിയിട്ട് അവർ വേറൊരു റൂമിൽ കൊണ്ടുപോയി. ആ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ കിടത്തിയിട്ട് നമ്മളെ BPയും അങ്ങനെ നമ്മുടെ ഹാർട്ടിലെല്ലാം സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റും ആ സംഭവങ്ങളും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ എല്ലാം നോക്കും, എല്ലാം ചെക്ക് ചെയ്യും. നമുക്കാണെങ്കിൽ അതൊക്കെ ഭയങ്കര അവിടെ കിടക്കുമ്പോൾ നമുക്കൊരു ഓപ്പറേഷൻ ആണല്ലോ അപ്പുറത്ത് നടക്കാൻ പോകുന്നത്, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. അതെല്ലാം അങ്ങനെ ഒരു അന്തരീക്ഷം അവർ സൃഷ്ടിക്കുക ചുറ്റിനും. ഒന്നാമത് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് പിള്ളേരാണോ ഡോക്ടർമാരാണോ ആരാണോ വരുന്നതെന്ന് ഒരു തിട്ടമില്ല. എല്ലാവരും ചുറ്റിനോട് കൂടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. ഇതെന്താ കാണിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എനിക്ക് ട്യൂബോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കൂടെ നേരിടേണ്ടി വന്നില്ല കേട്ടോ. അതോടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചത്തുപോയനെ പേടിച്ചിട്ട്, മറ്റേതുകൊണ്ടല്ല പേടിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഡോക്ടർ പറഞ്ഞു അനസ്തേഷ്യ ഡോക്ടർ വന്നിട്ടുണ്ട്, അപ്പം നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു വിട്ട് പിള്ളേരും ഡോക്ടർമാരുടെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് വിട്ടു കേട്ടോ. പിന്നെ എനിക്ക് ഈ PPSന് തന്നത് സ്പൈനൽ അനസ്തേഷ്യയാണേ, മറ്റേതല്ല ജനറലല്ല എനിക്ക് തന്നത്. എനിക്ക് സ്പൈനൽ തന്നെ തന്നത്. കാരണം നട്ടല് നല്ലപോലെ വളച്ചിട്ട് തന്നെ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ടോ. അത് നമുക്ക് അറിയാമല്ലോ. മറ്റേതാണെങ്കിൽ അങ്ങനെയൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നാലോ അവിടുത്തെ ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ചുവട്ടിലോട്ട് വെക്കുന്ന ഈ സാധാരണ സിസേറിയൻ കഴിഞ്ഞവർക്കെല്ലാം എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ അറിഞ്ഞൂടെ എനിക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, ഇത് തന്നെ ആയിരിക്കുമല്ലോ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്.
അപ്പം പിന്നെ സിസേറിയൻ്റെ സമയത്ത് ഇനി ചിലപ്പോൾ വേദന എടുത്തിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ആ വേദനയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നമുക്കങ്ങനെ വേദനയൊന്നും അല്ലല്ലോ, ഇതല്ലേ PPS ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു വലിയ മുറിവൊക്കെ ആയിരിക്കും, ഇങ്ങനെ വയറൊക്കെ നല്ല വലുതായിട്ട് കീറിയിട്ട് അങ്ങനെ ആയിരിക്കും ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ ചിന്ത അങ്ങനെയൊക്കെയാണ്. എന്താ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നമ്മൾ യൂട്യൂബിനകത്ത് ഞാൻ ആ സമയത്ത് സെർച്ച് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ചെയ്താലും വീഡിയോസൊക്കെ മറ്റേ ഇംഗ്ലീഷിലുള്ള വീഡിയോസ് അങ്ങനെയൊക്കെ വീഡിയോസ് അതിനകത്ത് ഞാൻ കാണുന്നു. ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ കേട്ടോ. അല്ലാത്തതുണ്ട്, ഡോക്ടർമാർ പറയുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറ്റിയിട്ട് ആദ്യമേ നമ്മുടെ മുഖം ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് മൂടും കേട്ടോ. മാസ്ക് ആദ്യമേ ഇടും. എനിക്കാണെങ്കിൽ വല്ലാതെ ശ്വാസം മുട്ടുന്ന പോലെ. അതുപോലെ നമ്മളെ ഓക്സിജൻ മാസ്ക് ഇടും. ഓക്സിജൻ മാസ്ക് ഇടുമ്പോഴത്തേനും എന്തോ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഇങ്ങനെ ടെൻഡൻസി. പേടിച്ചിട്ടാട്ടോ കാര്യം. ആ സംഭവങ്ങളൊക്കെ ലൈറ്റൊക്കെ കണ്ട് പേടിച്ചിട്ട് പോയത് എനിക്ക്. അപ്പം മാസ്ക് ഒക്കെ ഇട്ട് മുഖമൊക്കെ മറിച്ച് കണ്ണൊക്കെ മറിച്ച്, കണ്ണിനകത്തൊന്നും ഇടവില്ല, ഫുള്ള് മുഖമൊക്കെ മറിച്ച്. അതെന്തിനാ അങ്ങനെ മറയ്ക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷെ ചിലവരൊക്കെ പറയുന്നേക്കാം മേളത്തെ ആ സാധനത്തിനകത്തൂടെയൊക്കെ ഓപ്പറേഷൻ കണ്ടു, അല്ലെങ്കിൽ കുട്ടികൾ സിസേറിയൻ സമയത്ത് മേളത്തെ ആ ലൈറ്റിന്റെ ആ ഷെയ്ഡിനകത്തൂടെ കണ്ടു എന്നൊക്കെ പറയുന്നേക്കാം. പക്ഷെ എനിക്കാണെങ്കിൽ ഫുള്ള് മറച്ചിട്ടേക്കുമായിരുന്നു, ഒന്നും കാണുന്നില്ല, തലവഴി അവർ ഇട്ടേക്കുമായിരുന്നു. എന്നിട്ട് വയറിന്റെ ഇവിടെ മാത്രം, വയറിന്റെ അത്ര ഒരു ഭാഗത്ത് മാത്രം ഒരു വലിയ ചതുരത്തിലൊരു സംഭവം മുറിച്ച് വെച്ചിട്ട് അത് തുറന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചുറ്റും ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാവരും. അപ്പം ആദ്യം അനസ്തേഷ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ ഈ സ്പൈനൽ അനസ്തേഷ്യ എല്ലാവരും നമ്മൾ ഈ വീഡിയോസിനകത്തൊക്കെ കാണുമല്ലോ, ഭയങ്കര വേദനയാ, കുത്തുമ്പോഴത്തേക്കും ജീവൻ പോകുന്ന വേദനയാ, അതിൻ്റെ ഒരു വേദനയാ, സഹിക്കാൻ പറ്റാത്ത സിസേറിയൻ സമയത്ത്, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്കിങ്ങനെ അവർ അലർജി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സൂചിയൊക്കെ കുത്തി നോക്കും. അപ്പം ചൊറിച്ചിലുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ നട്ടൽ വളക്കിയെന്ന് പറഞ്ഞു. അപ്പം അതുമല്ല, നമ്മൾ അല്ലാതെ മുട്ട് കുത്തിയിട്ട് നട്ടിൽ വളയ്ക്കാൻ പറയും, അങ്ങനെ വളയ്ക്കാൻ പറയും, ഇങ്ങനെ വളയ്ക്കാമെന്ന് പറയും. പക്ഷേ ഇത് എനിക്ക് അങ്ങനൊന്നുമല്ല. ആ കട്ടിലിങ്ങനെ നമ്മൾ കിടക്കുന്ന ബെഡിങ്ങനെ സ്ട്രെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നതായിരുന്നു. അപ്പം അവർ തന്നെ ആ ബെഡ് ഇങ്ങനെ തിരിച്ചു തന്നു. ബെഡ് തിരിച്ചു ബെഡ് തന്നെ ഇങ്ങനെ ചരിച്ചു വെച്ചു. എന്നിട്ട് കാലിൻ്റെ അവിടെ നിന്ന് മേലോട്ടും കുറച്ച് ബെഡ് ഇങ്ങനെ പൊങ്ങി വന്നു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുഞ്ഞെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് അല്ല, അത് ഞാൻ ആദ്യമേ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് അല്ല. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് വലിയ വേദന ഉണ്ടായിരുന്നില്ല. ആദ്യമേ എന്നോട് ഇങ്ങനെ കയറ്റുമ്പോൾ ചെറിയൊരു സൂചി കയറ്റുന്നില്ലേ, ആ സൂചി കയറ്റുന്ന പോലൊരു വേദന. പിന്നെ സാധാ സൂചി വെക്കുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് സൂചിയോടൊന്നും വലിയ പേടിയില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ വേദന ഫീൽ ചെയ്യാഞ്ഞത്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സ്പൈനൽ അനസ്തേഷ്യ ഭയങ്കര വേദനയാന്നുള്ളതും അങ്ങനെയൊക്കെ. പക്ഷെ എനിക്കങ്ങനെ സാധാ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്ന പോലെ ഫീൽ. എനിക്ക് ഇഞ്ചക്ഷനോട് അങ്ങനെ എല്ലാവരും പറയുന്നട്ടോ, പേടിയാ, ഞാൻ കരയും പിടിക്കും. പക്ഷെ എനിക്ക് കുഞ്ഞെല്ലാം മുതലേ ഞാനങ്ങനെ ഇഞ്ചക്ഷനോടൊന്നും പേടിയില്ലാത്ത ഒരാളായതുകൊണ്ട്, പേടിയില്ല മീൻസ് എനിക്കങ്ങനെ വേദനയൊന്നും എടുക്കാത്തത് കൊണ്ട് എനിക്ക് ഇതിനും വലിയ വേദനയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് അവർ വളച്ചു, എന്നിട്ട് കുത്തി, എന്നിട്ട് നേരെ കിടത്തി. എന്നിട്ട് അവരെന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ദേഹത്ത് തൊടുമ്പം അറിയുന്നുണ്ടോ, ഇവിടെ മുതൽ കേട്ടോ, ഈ വയറിൻ്റെ മേലോട്ട് അറിയാം, ഈ വയറിൻ്റെ ഇവിടെ മുതൽ ഇവിടെ മുതൽ താഴോട്ടാട്ടോ നമുക്കറിയാത്തത്. മേലോട്ടൊക്കെ അറിയാം, മുഖവും ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം കൈയൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കയ്യിലൊക്കെ പിന്നെ മറ്റേ സംഭവങ്ങളൊക്കെ, ട്രിപ്പും സാധനങ്ങളൊക്കെ, മറ്റേ ഒരു സ്ഥലത്താണെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഇതൊക്കെ അറിയുന്ന സാധനം വേണ്ടി ആ സാധനമൊക്കെ കുത്തിയിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ട്രിപ്പൊക്കെ കുത്തിയേക്കും. അതുകൊണ്ട് നമുക്ക് കൈയൊന്നും അനക്കാൻ പറ്റത്തില്ല. തലേദിവസം ഡെലിവറി കഴിഞ്ഞാണല്ലോ. അപ്പം അതുകൊണ്ട് കൈയൊന്നും എനിക്ക് അറിയുന്നില്ല കേട്ടോ, ഓർമ്മയില്ല. കൈയൊന്നും അനക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഓർമ്മയില്ല. പിന്നെ അവരിങ്ങനെ വയറിൽ ഇങ്ങനെ ഒരു സൂചി വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ചോദിച്ചു അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കിങ്ങനെ സൂചി പോകുന്നതും ചെറിയൊരു വേദന പോലെയൊക്കെ അറിയാം. ഇനി കുത്തിയിട്ടാണോ ചോദിച്ചതെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ചെറുതായിട്ട് അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി അവർ കേക്ക് കഴിഞ്ഞിട്ടാണോ ഞാനിങ്ങനെ ചെറുതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്, അല്ല ചെറുതായിട്ട് വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് അറിയത്തില്ല. അവരിങ്ങനെ നമുക്കിങ്ങനെ തോണ്ടുന്നതും പിടിക്കുന്നതൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉള്ളിലാണെങ്കിൽ ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് ഇങ്ങനെ മണ്ടയിലോട്ട് കിടക്കുന്നുണ്ടപ്പോൾ എൻ്റെ പാതി കിളി പോയിരിക്കുക. അതോടെ എൻ്റെ പാതി കിളിപ്പോയി. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാ അറിയുന്നത്, നമുക്ക് ബോധമൊന്നും പോകത്തില്ലല്ലോ, സ്പൈനലല്ലേ, വേറെ നമുക്ക് ബോധക്കേടൊന്നും വരത്തില്ലല്ലോ. നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുകയും ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് രാവിലെ മുതൽ ആ വെള്ളം കുടിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. എനിക്കൊരു ഉച്ചയല്ല, ഒരു 10 മണിക്കാണ്ടായിരുന്നു തോന്നുന്നു.
തലേ ദിവസം വരെ എനിക്ക് കഴിക്കായിരുന്നു, പിറ്റേ ദിവസം ഒന്നും കഴിച്ചില്ല. അങ്ങനെ തലേ ദിവസം രാത്രി നല്ലപോലെ കഴിച്ചിട്ടാണ് കിടന്നത്. പിറ്റേന്ന് വെള്ളം കുടിക്കായിരുന്നു കേട്ടോ, എനിക്ക് ഗുളിക കഴിക്കാനുണ്ടായിരുന്നു, അപ്പോൾ വെള്ളം കുടിക്കായിരുന്നു. ആ വെള്ളം ഇച്ചിരി എങ്ങാണ്ട് കുടിച്ചു എന്ന് തോന്നുന്നു, ഇച്ചിരി കൂട്ടിയിട്ട് വെള്ളം ഗുളിക കഴിച്ചു അങ്ങനെ. അവരെന്താ പ്രോസസ്സിങ് തുടങ്ങി. ഇങ്ങനെ കീറുന്നൊക്കെ നമുക്ക് അറിയുന്നുണ്ട്. കീറിയിട്ട് പിന്നെ അവരെന്തോ ചെയ്യുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് എടുത്തോ, 10 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. കാരണം പിള്ളേരുണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിൽ പിള്ളേരുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അവരെ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്, അങ്ങനെയൊക്കെ എടുക്കുന്നത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡോക്ടർ ഉണ്ടായിരുന്നു അടുത്ത്. അപ്പോൾ അവരിങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ അനസ്തേഷ്യ ഡോക്ടർ നമ്മുടെ തലയുടെ കീഴിൽ നിൽക്കും കേട്ടോ. നമ്മുടെ അനസ്തേഷ്യ ഡോക്ടർ അത് കഴിയാതെ പോകത്തില്ലല്ലോ, നമ്മുടെ തലയുടെ കീഴിൽ തന്നെ അവരുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ ആക്കിയിട്ടൊക്കെ ഇവർ നിൽക്കും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഈ സാധനം കഴിഞ്ഞാൽ മതിയായിരുന്നു. ആകെ ഞാൻ കിളി പോയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പം ഒരു 10 മിനിറ്റ് അതിൽ കൂടെ എടുത്തില്ല കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ കീറലും കഴിഞ്ഞു, ഒട്ടിക്കലും കഴിഞ്ഞു, തുന്നലും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് എന്താ എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. എൻ്റെ ഡോക്ടർ പറഞ്ഞു കസ്തൂരി എല്ലാം ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് എൻ്റെ പാതി ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് അല്ലാതെ പേടിയോ വേദനയോ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ലൈറ്റ് കിടക്കുന്നതിൻ്റെ ആ പേടി. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുമ്പോൾ മറ്റേ ഗുഹയ്ക്കകത്ത് കയറത്തില്ല നമ്മൾ, ആരും ഇല്ലാത്തൊരു ഗുഹയ്ക്കകത്ത് നമ്മളിങ്ങനെ കയറ്റി വിടുന്ന പോലെ ഒരു ഫീലിങ്. അത് വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. ഞാനിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഡോക്ടർമാരുണ്ടെങ്കിൽ അവരോടെങ്കിലും ഞാൻ പറയട്ടെ, അങ്ങനൊന്നും ആരും ചെയ്യരുത്. കൂളായിട്ട് കൊണ്ടുപോയിട്ട് കൂളായിട്ട് ഇറക്കി കൊണ്ടുവരാനുള്ളതെന്ന് നമ്മളിങ്ങനെ പേടിപ്പിച്ച് കൊണ്ടുപോയിട്ട് കൂളായിട്ട് ഇറക്കി കൊണ്ടുവരും അങ്ങനെ. പിന്നെ നേരെ അത് കഴിഞ്ഞിട്ട് നേരെ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഇതല്ലേ ഓപ്പറേഷൻ അല്ലേ, അപ്പം ഒബ്സർവേഷന് വേണ്ടിയിട്ട് അപ്പുറത്ത് ഒരു ബെഡിൽ കൊണ്ട് കിടത്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അറിയത്തില്ലല്ലോ. മേലെയും താഴോട്ട് ഇരിപ്പിൻ്റെ അടുത്ത് താഴോട്ടൊന്നും അറിയത്തില്ല, വയറിൻ്റെ അടുത്ത് താഴോട്ടൊന്നും അറിയത്തില്ല എന്തുവാ. അപ്പം നമുക്കൊന്നും കാലുകൊണ്ട് കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഒരു ആൾ വന്നിട്ട് എടുത്തിട്ട് സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് നമ്മളെ കൊണ്ട് മേലെ അപ്പുറത്തെ ആ റൂമിൽ ആ സ്ട്രെച്ചറിൽ കൊണ്ട് കിടത്തി കേട്ടോ. അപ്പോൾ എനിക്ക് പേടി, അയ്യോ എനിക്കിനി കാലോ കൈയോ അനക്കാൻ പറ്റത്തില്ല, കാല് കൈ അനക്കാൻ പറ്റത്തില്ലയോ, എൻ്റെ ദൈവമേ ഞാനിനി എന്ത് ചെയ്യും, അനങ്ങാൻ പറ്റുന്നില്ല. നമുക്കൊന്നും കാലൊന്നും അനങ്ങാൻ പറ്റേ. നമ്മൾ കുറേ നേരം തറയിരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഫീലില്ലേ, കുറേ നേരം തറയിരുന്ന് കഴിയുമ്പോൾ നമുക്ക് കാല് പെരുത്തിട്ടൊരു ഫീലില്ലേ, അതുപോലെ ഇരിക്കുമോ ദേഹം മൊത്തം. ഇവിടം വരെ കയ്യിൽ തന്നെ ട്രിപ്പ് സംഭവങ്ങൾ ഇട്ടേക്കുക, ബാക്കി ഇവിടെ മുതൽ താഴോട്ട് ഒന്നും അറിയുന്നില്ല. എനിക്ക് ആകെ പേടിച്ചിട്ട് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടോ. എന്താ ചെയ്യും, അയ്യോ അനങ്ങുന്നില്ലല്ലോ, എന്താ അത് മാറാത്തേ, ഇങ്ങനെ മാറാത്തേ. എനിക്കൊന്ന് 3 മണിക്കൂർ അങ്ങോട്ട് ഒബ്സർവേഷന് കിടത്തുക. അതിനിടയ്ക്ക് കുഞ്ഞിനെ കൊണ്ട് വന്ന് പാൽ കൊടുക്കാൻ, ഫീഡ് ചെയ്യാൻ വേണ്ടി കുഞ്ഞിനെ കൊണ്ട് വന്നു. അപ്പോൾ അവനെ ഫീഡ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കും കേട്ടോ, ആ സിസ്റ്റർമാർ സഹായിക്കും. അല്ലാതെ നമുക്ക് തിരിയാനും അറിയാനൊന്നും പറ്റത്തില്ലല്ലോ, ആ ഒരു കിടപ്പല്ലേ. അപ്പം അവർ സഹായിച്ച് ഫീഡൊക്കെ ചെയ്ത്. പിന്നെ എനിക്ക് എണീക്കാൻ പറ്റത്തില്ലയോ എന്നുള്ള അങ്ങനെ ഒരു അങ്ങനെ പേടിയാണ്. ലാസ്റ്റ് ആണെങ്കിൽ അവർ എന്നോട് പറഞ്ഞു ആ പിള്ളേരാട്ടോ, സിസ്റ്റർമാരാന്ന് പറഞ്ഞാൽ പഠിക്കുന്ന പിള്ളേരായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ എന്നോട് പറഞ്ഞു ചേച്ചി കാലൊക്കെ അനക്കി ചേച്ചി. അപ്പം കാലൊക്കെ അനക്കിയാൽ മതി, അനക്കിക്കൊണ്ടിരുന്നാട്ടോ, യൂറിൻ പാസ് ചെയ്താലേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ഡെലിവറി കഴിഞ്ഞാലും യൂറിൻ പാസ് ചെയ്തിട്ട് നമ്മളെ ഇപ്പോഴത്തെ നമ്മുടെ റൂമിലോട്ടോ അല്ലെങ്കിൽ വാർഡിലോട്ടോ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. അത് പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ, എന്താ വെച്ചാൽ നമുക്ക് കുറേ യൂറിൻ പാസ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇറങ്ങി പോരാലോ. പക്ഷേ ഇതങ്ങനെ പറ്റത്തില്ലല്ലോ, നമ്മളവിടെ കിടക്കുമല്ലേ, പാസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇറക്കി വിടത്തുള്ളവരും. അപ്പം അവർ ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം സിസ്റ്റർ ഡോക്ടർ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പം കുഴപ്പമൊന്നുമില്ല, BP ഒക്കെ നോർമലായി, അതൊക്കെ നോർമലായി, യൂറിൻ പാസ് ചെയ്തിട്ട് വിട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ റൂം ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു, മക്കൾ 2 പേരുണ്ടല്ലോ. മോനാണെങ്കിൽ അന്വേഷണം അതാ, മോളാണെങ്കിൽ ഏട്ടൻ്റെയും അമ്മയും എല്ലാവരും ഉണ്ട് അവിടെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഏട്ടൻ വന്നിട്ട് നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് പറ്റി എന്നിട്ട് എന്ത് പറ്റി, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓപ്പറേഷനൊന്നും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് വന്നിട്ട് ഏട്ടനെ വിളിക്കും, കസ്തൂരിയുടെ ആരെങ്കിലും ഉണ്ടോ, ആരും ഒറ്റ മനുഷ്യരില്ല ഗൈസ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അവർ ആ പിള്ളേരിനോട് പറഞ്ഞു ചേച്ചിയുടെ വീട്ടുകാരും ഇല്ലല്ലോ പുറത്തുനിന്ന്.
അപ്പോഴത്തേനും എനിക്ക് ദേഷ്യമോ സങ്കടമോ എല്ലാവരും വന്നു കേട്ടോ. ആരുമില്ല, അയ്യോ ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ സങ്കടം, എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഇത് കുറച്ച് കഴിഞ്ഞപ്പം ഉണ്ടല്ലോ ഏട്ടൻ വന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഏട്ടൻ കയറി വന്നു. ഞാൻ ഇപ്പുറത്ത് മാറി, എന്നെ ഇപ്പുറത്തോട്ട് മാറ്റി കിടത്തി കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നു. ഞാൻ നിങ്ങളെവിടെ പോയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എനിക്ക് ചടക്കം കയറി. അപ്പം ഏട്ടൻ പറഞ്ഞു മറ്റേ പേര് കൊടുക്കാൻ വേണ്ടി നമുക്കിപ്പം ഹോസ്പിറ്റലിൽ തന്നെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, അപ്പം അതിന് പേര് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു, ഇങ്ങനെയല്ലേ പേര് എഴുതുന്നത് ഞാൻ ചോദിച്ചോണ്ട് ഏട്ടൻ എൻ്റെ അടുത്ത്. ഞാനൊരു ചാടൊക്കെ ചാടി ആരും വിളിച്ചപ്പോൾ ആരും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് തൊട്ടേനും പിടിച്ച് അല്ലേല് തന്നെ എനിക്ക് തൊട്ടേനും പിടിച്ചതിനൊക്കെ സങ്കടം ദേഷ്യമൊക്കെ വരും. അപ്പം പിന്നെ ആ സമയത്തൊന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് അവിടെ കിടന്നിട്ട് ഇത്രയൊക്കെ പേടിച്ച് ഇതായിട്ടിരുന്നപ്പം പുറത്ത് വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു എന്നൊക്കെ നേഴ്സുമാർ വന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അകത്ത് കിടന്നിട്ട് പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം എനിക്കാണെങ്കിൽ ഒന്നും അറിയുന്നില്ല. ഇനി യൂറിൻ പോകുന്നുണ്ടോ എന്നും അറിയുന്നില്ല, പോവാതെയാണോന്നും അറിയത്തില്ല. അവരാണെങ്കിൽ നമ്മൾ കിടക്കുന്നതിനടി ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കിയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഈ കാല് അനങ്ങുന്നില്ല. പക്ഷെ ഈ കാലിലെ വിരലൊക്കെ ചെറുതായിട്ട് അനങ്ങി തുടങ്ങി കേട്ടോ. അനങ്ങി തുടങ്ങിയപ്പോൾ എനിക്കൊരു ഇത് ജനിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇപ്പം വാ എവിടുന്ന് എപ്പം അനങ്ങി കഴിഞ്ഞ് പതുക്കെ മാറത്തുള്ളൂ. ഈ പെരുപ്പ് പതുക്കെ മാറത്തുള്ളൂ കേട്ടോ. പതുക്കെ ഇങ്ങനെ കാലിൽ നിന്ന് മാറി 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 എന്തുവാ യൂറിൻ പാസ് ചെയ്താൽ പോവാം. യൂറിൻ പാസ് ചെയ്താൽ അവർ കിടത്തിക്കൊണ്ട് തന്നെ അവർ റൂമിൽ കൊണ്ടാക്കും, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം എന്നോട് അവിടെ നിന്ന് ഒരു കൊച്ചു പറഞ്ഞു ചേച്ചി യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയെന്ന്. എന്നിട്ട് പക്ഷെ നമുക്ക് അറിയത്തില്ല മീൻസ് നമുക്കൊരു നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്നതും അറിയത്തില്ല, നമുക്കിങ്ങനെ ഒന്നും അറിയാൻ വയ്യാത്തൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഈ പാരലൈസായി കിടക്കുന്നവരും അങ്ങനെയൊക്കെ എങ്ങനെ അവരൊക്കെ ഇങ്ങനെ തരണം ചെയ്ത് പോകുന്നു. നമ്മളത്രയും നാൾ അനങ്ങിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ കഴിയുമ്പോഴേ എങ്ങനെ അവർ തരണം ചെയ്ത് പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ആ സമയത്ത് ഞാൻ അതൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ ചെയ്യുക, എങ്ങനെ എന്തുമാത്രം വിഷമം ഉണ്ടായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു ആ സമയത്ത്. അപ്പം പിന്നെ ഞാനിങ്ങനെ ശ്രമിച്ചു. ആ കൊച്ചിങ്ങനെ എനിക്ക് ആദ്യം ആ നേഴ്സിങ്ങിന് ആ ആളിങ്ങനെ പറയുന്ന കേട്ടപ്പോൾ ഞാനിങ്ങനെ ശ്രമിച്ചു. ആദ്യത്തെ പ്രാവശ്യം വന്നിട്ട് ഇല്ല ചേച്ചി ഇല്ല കേട്ടോ, പിന്നെ കുഴപ്പമില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചെന്നെ എല്ലാം നോക്കുന്നത് കേട്ടോ. യൂറിൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. ട്യൂബൊന്നും ഇട്ടേക്കുമല്ല, യൂറിൻ നമ്മൾ പാസ് ചെയ്ത് പോകണം. എനിക്ക് ഇത്രയും പെട്ടെന്ന് അവിടെ അകത്തുനിന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ള ഇതായിപ്പോയി. അപ്പം പിന്നെ ഞാൻ യൂറിൻ പാസ് ചെയ്തു. അപ്പം അത് വിളിച്ചിട്ട് ഡോക്ടറിനോട് പറഞ്ഞു ഇതുപോലെ യൂറിൻ പാസ് ചെയ്ത് ഇനി റൂമിലോട്ട് വിടട്ടെ എന്ന് പറഞ്ഞു. റൂമിലോട്ട് വിടാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആയിക്കോട്ടെ റൂമിലോട്ട് വിട്ടാന്ന്. പിന്നെ അവിടെ ഒരു ഇരിപ്പ ആർക്ക് വേണ്ടിയിട്ടാ, ആ സ്ട്രെച്ചർ കൊണ്ട് വരുന്ന അയാൾക്ക് വേണ്ടിയിട്ട് ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് ഇവർ 4-5 പ്രാവശ്യം വിളിച്ചിട്ട് വന്നില്ല കേട്ടോ. കുറേ നേരം നിന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചതായി. ഇവർ അല്ലെങ്കിൽ വിളിച്ചാൽ വരത്തില്ല, കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, അവർ വിളിച്ചാൽ വരുന്നില്ല. അങ്ങനെ നിന്ന് ലാസ്റ്റ് അവർ വന്നു. ഏട്ടനെ ഉണ്ടായിരുന്നു, ഏട്ടനും പുറത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവർ വന്നിട്ട് നേരെ റൂമിൽ ഷിഫ്റ്റ് ആയപ്പം നമുക്ക് വയറിന് ഇവിടുന്ന് മേലോട്ട് ഇത്രയും വലിയൊരു ബാൻഡേജ് അവർ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കും കേട്ടോ. അവർ വന്ന് പിറ്റേ ദിവസം അത് ചൂടുവെള്ളം വെച്ച് ചെറുതായിട്ട് നമ്മൾ തന്നെത്താൻ ഇളക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അന്ന് ഞാൻ റൂമിൽ ചെന്നിട്ട് പിടിച്ച് നമ്മൾ കാലൊന്നും അതുപോലെ വഴങ്ങാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. ആ ഒരു മരവിപ്പ് അതുവരെ മാറിയിട്ടില്ലായിരുന്നു. പിന്നെ ഏട്ടനും അയാളോട് പിടിച്ച് ബെഡിൽ കിടത്തി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ലല്ലോ. പിന്നെ തന്നെത്താൻ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ച് നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ കാലിങ്ങനെ പെരുത്തിരിക്കുമ്പോൾ നമ്മൾ തന്നെത്താൻ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ കാലിങ്ങനെ റെഡിയായി വരത്തില്ലേ, അതുപോലെ തന്നെ ആ സമയത്തും എനിക്കങ്ങനെ ഞാൻ ശ്രമിച്ച് എൻ്റെ കാലൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് കിട്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അയ്യോ വലിയ മുറിവാണല്ലോ, ഇത്രയും നീളം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. വീട്ടിൽ ചെന്നിട്ടാണോ ഞാനത് വെച്ചിട്ടാണ് അതിന് പിറ്റേന്ന് ഡിസ്ചാർജ് ആയത് കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി. ഫുള്ള് ഞാൻ ടോട്ടൽ 4 ദിവസം കിടന്നുള്ളൂ. ഡെലിവറിയുടെ അന്ന് മുതൽ പിറ്റേ ദിവസം BPS, അതിന് പിറ്റേന്ന് ഡിസ്ചാർജ് ആയി. അപ്പം ഒന്നാമത് മോൻ ഡിസ്ചാർജ് ആയി, ഞാൻ ഡിസ്ചാർജ് ആയതിന് പിറ്റേ ദിവസം കണ്ട മോൻ ഡിസ്ചാർജ് ആയത്. അവന് മഞ്ഞയുണ്ടായിരുന്നു കേസ്. അവനെ കൊണ്ട് 1.5 കിടപ്പ് കിടന്ന് ഞങ്ങൾ. അപ്പം അന്ന് വന്നിട്ട് ഒന്ന് അഴിച്ചു നോക്കിട്ടോ. അഴിച്ചു നോക്കിയപ്പോൾ വലിയ മുറിവില്ല, ഇത്രയും നീളമുള്ളൂ. കീഹോളല്ല കേട്ടോ,
കീ ഹോളിന്റെ ഡോക്ടർ ആ സമയത്തില്ല. കീ ഹോളെല്ലാം നമ്മൾ വേണ്ട പ്രിഫർ ചെയ്തിട്ടില്ലായിരുന്നു. കീ ഹോൾ ഇത്രയേ ഉള്ളൂ മുറിവ്, ഇത്രയേ വരത്തുള്ളൂ ഗൈസ്, ഇത്രയേ വരത്തുള്ളൂ മുറിവ് കേട്ടോ. അതിൽ കൂടുതലൊന്നും വരത്തില്ല. ഇത്രയും മുറിവ്, ഇത്ര ഒരു മുറിവ് മാത്രമേ ഉള്ളൂ. ആ മുറിവ് എനിക്ക് തയ്യലുണ്ടായിരുന്നു. തയ്യൽ വെച്ച് ആ പ്രശ്നം എന്ന് പറഞ്ഞത് ഈ തയ്യലിന് ഇങ്ങനെ ഈ മേലോട്ട് പൊങ്ങിയിരിക്കും നൂല്, മേലോട്ട്. ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ പോയി ഉടക്കിയിട്ടുണ്ടല്ലോ, ഒന്നൊന്നര ഉടക്കം കൊണ്ട് ഉടക്കും. പക്ഷെ വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ PPS കഴിഞ്ഞിട്ട് വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആകെയുള്ള ബുദ്ധിമുട്ട് ആ സ്റ്റിച്ച് മറ്റേ നമ്മളെ എപ്പിസോട്ടമി ചെയ്ത പോലെയുള്ള വലിച്ചിലല്ല. എപ്പിസോട്ടമി ചെയ്യുന്നതും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. എപ്പിസോട്ടമി ചെയ്യുന്ന പോലെയുള്ള വലിച്ചിലേ അല്ല. എപ്പിസോട്ടമിക്ക് എന്ത് വേദനയാണെന്ന് നമുക്കറിയാലോ, ആ വേദനയൊന്നുമില്ല. ഇതാണെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ഇങ്ങനെ വലിയുന്നൊരു ടെൻഡൻസി വരും. അല്ലാതെ വേദനയോ കാര്യങ്ങളോ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടേ ഇല്ല. PPS ആയിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. എനിക്കാണെങ്കിൽ 3 ദിവസം കഴിയുമ്പം, ഒരാഴ്ച കഴിയുമ്പോൾ വന്നിട്ട് തയ്യലഴിക്കുന്നു പറഞ്ഞായിരുന്നു. പിന്നെ മരുന്നുണ്ടായിരുന്നു, പോരുന്ന വരെ അവർ PPS ചെയ്തതിനകത്തും മരുന്നിട്ടു, പിന്നെ എപ്പിസോഡമിക്കകത്തും മരുന്നിട്ടു. രണ്ടിനകത്തും മരുന്നിട്ട് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയാണോ 5 ദിവസം കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർമാർ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇവർ ഈ നൂല് പിടിച്ച് വലിക്കുമ്പോൾ തന്നെത്താൻ പോരുന്ന നൂലല്ല. എപ്പിസോട്ടമിയുടെ നൂലാണെങ്കിൽ തന്നെത്താൻ അലിഞ്ഞലിഞ്ഞ് പോരുമല്ലോ. ഈ നൂല് തന്നെത്താൻ പോരത്തില്ല. അവർ തന്നെ അഴിക്കണം തയ്യൽ. അവരഴിച്ചാലേ വരത്തുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടർ പിടിച്ചിട്ട് ഒറ്റ വലിച്ച് എനിക്ക് പോരും. ആ നൂലിക്ക് പോകുന്നു. ഞാൻ ചോദിച്ചു, അമ്മയെ ഞാൻ ഭയങ്കര വേദനയായിരിക്കും, ജീവൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ചെറിയൊരു ഇങ്ങനെ പോരുന്നൊരു വേദന, അല്ലാതെ വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് PPSന് പേടിക്കണ്ട. എനിക്ക് വലിയ വേദന ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് അങ്ങനെ PPSന് വലിയ വേദന ഉണ്ടായിരിക്കത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതുപോലെ നമ്മൾ PPSന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് PPS കഴിഞ്ഞിട്ട് പിന്നെ അന്ന് തന്നെ ഞാൻ ആ ലേബർ റൂമിൻ്റെ ഇപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മോൻ NICUവിലായതുകൊണ്ട് എനിക്ക് അവിടെ ആ ലേബർ റൂമിൻ്റെ അവിടെ കിടക്കുന്നതായിരുന്നു നല്ലത്. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ PPS കഴിയുന്ന ദിവസം നിങ്ങൾ ആ ലേബർ റൂമിൻ്റെ അവിടെ കിടന്നോ. പക്ഷെ ആളുണ്ടെങ്കിൽ കിടക്കത്തില്ല കേട്ടോ. നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ റൂം എടുത്തിട്ട് അങ്ങനെ കിടക്കാൻ പാടില്ലല്ലോ. പക്ഷെ അന്ന് ആളില്ലാത്തതുകൊണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു അവിടെ കിടന്നോളാൻ. അപ്പം അവിടെ കിടന്നപ്പം ഒരു സിസ്റ്റർ എന്നോട് വന്ന് പറയുക, നമ്മൾ PPSന്റെ ഡിസിഷൻ എടുക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടുകാരാന്ന്. ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടാ PPSന്റെ ഡിസിഷൻ എടുക്കാം. ഞാൻ വെച്ച് പിന്നെ PPS എന്നല്ല, എന്ത് സാധനം ഞങ്ങളുടെ രണ്ടിൻ്റെ ലൈഫിൽ വന്നാൽ ഭർത്താവിൻ്റെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരോ വേറെ ആരോടാണോ എടുക്കുന്നത്? അങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള എന്ത് അവകാശം കൊടുത്തിട്ട് അവർക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കായാലും ഏട്ടൻ്റെ വീട്ടുകാർക്കായാലും എന്ത് അവകാശമുള്ളത് എനിക്കറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് അതെന്ത് ലോജിക്കാന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഞാൻ പറഞ്ഞു, അത് കൊള്ളാലോ, ഞങ്ങൾക്ക് ഞങ്ങൾ പ്രസവം നിർത്തുകയെന്ന് പറയുന്നതിന് ഇനിയും അവരോട് എന്തിനാ അനുവാദം ചോദിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് എന്തിനാ അനുവാദം ചോദിക്കുന്നത്? അനുവാദം ചോദിക്കുന്നില്ല, അവരെ കൺസേൺ വേണം പോലും. അവർ ഒപ്പിട്ട് കൊടുത്താലേ നടക്കത്തുള്ളൂ. അതെവിടുത്തെ നിയമം? ഡോക്ടർ പോലും പറയാത്ത നിയമം കേട്ടോ അവരെന്നോട് പറഞ്ഞേ. പിന്നെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല, കാരണം അതിലൊരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യം. അങ്ങനെ ഇനി നിയമമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അച്ഛനും അമ്മയാണല്ലോ തീരുമാനിക്കേണ്ടത്, അല്ലെ ഞാനും എൻ്റെ പാർട്ണറുമല്ല തീരുമാനിക്കേണ്ടത് ഇനി വേണോ വേണ്ടായോ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ദൈവം തുറന്നൊരു ശക്തി. ഇപ്പം എത്രയോ പ്രസവം നിർത്തി PPS ചെയ്തവർക്ക് പിന്നെയും 3ാമത് മക്കളുണ്ടായിട്ടുണ്ട്. എത്രയോ പേർക്ക് മക്കളില്ലാതിരിക്കുന്നു. ഇതൊക്കെ നമ്മളെ പേരൻസോ അല്ലെങ്കിൽ നമ്മളെ വേറെ ആളോ നമ്മളെ ബന്ധുക്കളോ തീരുമാനിച്ചിട്ടാവുന്നതല്ലല്ലോ. പിന്നെ അവരെന്തിനാ അങ്ങനെ പറഞ്ഞു? അങ്ങനെ ഒരു നിയമം ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന്. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു നിയമം വരാൻ ഒരു സാധ്യതയില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. എന്തായാലും അവരപ്പം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടുകാരാന്ന് പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു, കാരണം ഞാനോ എൻ്റെ ഹസ്ബൻഡോ തീരുമാനിക്കുന്നത് പുറത്ത് എന്താ കാര്യം? വേറെ എൻ്റെ വീട്ടുകാർക്കായാലും ഹസ്ബൻഡ് വീട്ടുകാർക്കായാലും ഇങ്ങനൊരു സംഭവം. ഞാനൊരു ചെറിയ പ്രായത്തിലോ അല്ലെങ്കിൽ എനിക്ക് മക്കളില്ലാത്തപ്പോഴോ അല്ല നിർത്തിയത്. എനിക്ക് 27ാമത്തെ വയസ്സിലാണ് മോൻ ജനിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് നിർത്താറുള്ളത്. 27 വയസ്സാണ് മതിയെന്ന് തോന്നുന്നുണ്ടോ പ്രസവം നിർത്തുന്നതിന്. 27 വയസ്സ് പിള്ളേർ 2 മക്കൾ വേണമെന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ല, 2 മക്കൾ മിനിമം ഒരു കുട്ടിയെങ്കിലും ഉള്ളവർക്ക് PPS ചെയ്യാം. മിനിമം ഒരു കുട്ടിയെങ്കിലും ഉള്ളവർക്ക് കേട്ടോ.
അല്ലാത്തവർക്കല്ല. ഒരു കുട്ടിയെങ്കിലും ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് PPS ചെയ്യാമെന്ന എൻ്റെ ഒരു അറിവ്. പിന്നെ ഇത്ര ഏജൊക്കെ പറയുന്നുണ്ട്, ഇത്ര ഏജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇനി വേണമെന്ന് തീരുമാനിക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു ഓപ്പറേഷനോട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ ഒരു കുട്ടികളെ വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നടക്കുകയും ചെയ്യും കേട്ടോ. രണ്ട് മക്കൾ വേണ്ടിയിട്ട് വന്നു ഉറക്കത്തിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും അയക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ അയക്കാം കേട്ടോ. ഇൻസ്റ്റയിൽ എൻ്റെ അതേ മൈ ഡ്രീം വേൾഡ് ബൈ കസ്തൂരി എന്നുള്ളത് അടിച്ചു കൊടുത്താൽ എൻ്റെ ഇൻസ്റ്റയിലെ ID അത് തന്നെയാണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ വേണമെങ്കിൽ ചോദിക്കാം, പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ. അപ്പം അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക് എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതുപോലെ വീഡിയോ എടുത്ത് ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു. പിന്നെ ഒരു കാര്യം മറക്കരുത്, കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.